കോമൺ ബേബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തുള്ളി നനയാണ് ചെയ്യാൻ പോകുന്നത്. തുള്ളി നന നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള തുള്ളി നന, ആർക്കും അനായാസം വീടുകളിൽ ചെയ്യാവുന്ന, 10 പൈസ പോലും ചിലവില്ലാത്ത, തീരെ ഒന്നും ചിലവില്ല, അങ്ങനെയുള്ള ഒരു തുള്ളി നനയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ തുള്ളി നന ആർക്കും വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ 1-2 ദിവസമൊക്കെ വീടുകളിൽ ഇല്ലാതെ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ആരെയും ആശ്രയിക്കാതെ എല്ലാ ചട്ടികളിലും എല്ലാ ഗ്രോ ബാഗുകളിലും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു തുള്ളി തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് വലിച്ചെറിയുന്ന വെള്ളത്തിൻ്റെ കുപ്പിയാണ്. ഉപയോഗശൂന്യമായ വെള്ളത്തിൻ്റെ കുപ്പി മാത്രം മതി. അതുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് ഒരു കുഞ്ഞ് തുള്ളി നനയാണ്. ഏത് ചെടിക്കും പറ്റും സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്ന ഒരു തുള്ളി നന. ഒരു കുപ്പി എടുക്കുക, അതായത് നമ്മൾ വെള്ളമൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞൊരു കുപ്പി പെറുക്കിയെടുത്തിട്ട് അതിൻ്റെ താഴെ നിന്ന് 1 ഇഞ്ച് മുകളിലായിട്ട് സേഫ്റ്റി പിന്ന് കൊണ്ട് ഒരു ഹോൾ ഇടുക. അത് നമ്മുടെ സൗകര്യത്തിന് 1-2 ഒക്കെ ആകാം, അത് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ഹോൾ ഇടണം. അത് എയർ കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ വെള്ളം എടുത്താൽ ഇതേപോലെ കാണാം. നമുക്ക് വെള്ളം ഇതേപോലെ പുറത്തേക്ക് പോകും. പക്ഷെ അത് തുള്ളിയായിട്ടല്ല പോകുന്നത്, ഒഴുകിയ പോകുന്നത്. ഇത് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 1-2 മണിക്കൂറിനുള്ളിൽ ഇത് തീർന്നു പോകും. അതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ വേറൊരു പരിപാടിയും കൂടി ചെയ്യുന്നുണ്ട്. ഒരു കോട്ടൺ തുണി എടുക്കുക. എന്നിട്ട് അത് നമ്മൾ 2-3 ആക്കി മടക്കാം. അത് നമ്മളുടെ ഇഷ്ടമാണ്. കാരണം നമുക്ക് തുള്ളി വളരെ കുറഞ്ഞു മതിയെങ്കിൽ 3 ആക്കാം. അതേസമയം കുറച്ചും കൂടി തുള്ളി വേണമെന്നുണ്ടെങ്കിൽ 2 ആക്കാം. എന്നിട്ട് അത് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള അത്രയും മടക്കുക. 2 ആക്കി മടക്കാം, വേണമെങ്കിൽ 3 ആക്കി മടക്കാം. അത് നമ്മളുടെ ഇഷ്ടമാണ്. അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമ്മളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയായിട്ട് മടക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ബോട്ടിലിൽ നമ്മൾ ആ ഹോള് ഒന്ന് ഉറപ്പിക്കണം. ബോട്ടിൽ ഹോൾ ഉറപ്പിച്ചിട്ട് ആ ഹോളിൻ്റെ ഭാഗത്ത് കെട്ട് വരാൻ പാടില്ല. അതുകൊണ്ട് ഹോള് കറക്റ്റായിട്ട് നോക്കിയിട്ട് നമ്മൾ ഇതേപോലെ ചുറ്റി വെച്ചിട്ട് പുറകുവശത്ത് കൊണ്ടുവന്ന് ഭദ്രമായിട്ട് അതൊന്ന് കെട്ടി വെക്കണം. നീളം കൂടുതൽ വേണമെന്നൊന്നുമില്ല, ഇതുപോലെ കെട്ടി വെക്കുക. ഇതുപോലെ കെട്ടിയാൽ മതി. ഭംഗിയായിട്ട് കെട്ടണം, ടൈറ്റായിട്ട്. കണ്ടില്ലേ ഞാൻ കെട്ടിയിരിക്കുന്നത്? ഇതുപോലെ കെട്ടുക, സിമ്പിളായിട്ട് കെട്ടുക. 1-2 സ്റ്റെപ്പേ ഉള്ളൂ. ഇനി നമ്മളിത് വെള്ളം എടുക്കും. വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളമുണ്ട്. ഈ വെള്ളം മുകളിലെ ഹോള് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അത് മുകളിൽ കൂടി എയർ കയറണം. നമ്മൾ അടച്ചാലും നമ്മളിപ്പോൾ മൂടിയിട്ട് അടക്കണം. കാരണം അല്ലെങ്കിൽ കൊതുകൊക്കെ മുട്ടയിടാൻ സാധ്യതയുള്ളതുകൊണ്ട് കൊതുക് മുട്ടയിടാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഹോൾ അടക്കണം. ഹോൾ അടച്ചിട്ട് നമ്മൾ മേളിലൊരു ഹോളിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ വെള്ളം വന്നു തുടങ്ങിക്കോളൂ. തുള്ളിയായിട്ട് വെള്ളം വരും. ആ തുള്ളിയുടെ അളവ് നമ്മൾ തുണിയുടെ കട്ടി അനുസരിച്ചായിരിക്കണം. തുണിയുടെ കട്ടി അനുസരിച്ചാണ് തുള്ളിയുടെ അളവ് വരുന്നത്. ഇപ്പോൾ ഒരു തുള്ളിയായിട്ട് വീഴുന്ന കണ്ടില്ലേ? ഇത് നമ്മൾ എത്ര ദിവസമൊന്നും നമ്മളൊന്ന് വെച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ 2 ദിവസവും 3 ദിവസമൊക്കെ ഇരിക്കും 1 ലിറ്റർ വെള്ളം. നമുക്ക് 1 ലിറ്റർ വെള്ളം 2 ദിവസം കൊണ്ട് തീർന്നാൽ മതി. അപ്പോൾ എപ്പോഴും ചെടിയിൽ വെള്ളം ഉണ്ടാവും. ഒരു ദിവസം 1/2 ലിറ്റർ വെള്ളം കൊടുത്താൽ മതി. കാരണം നമ്മൾ വീട്ടിലില്ലാത്ത സമയമല്ലേ. വീട്ടിലുള്ള സമയമാണെങ്കിൽ ഒരു ദിവസം 2 നേരമായിട്ട് 1/2 ലിറ്റർ വീതം 1 ലിറ്റർ വെള്ളം കൊടുക്കണം. ഇതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്ക് ഒരു പ്രചോദനമാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ലൈക്കുകളാണ് നമ്മൾക്ക് കിട്ടുന്ന പ്രോത്സാഹനം. അപ്പോൾ അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി.